എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പപ്പടം വെച്ചിട്ട് ഒരു അടിപൊളി തോരനാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ചോറിന് വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ പപ്പടമൊക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ കഞ്ഞിയുടെ കൂടെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ ഈ ഒരു പപ്പടം തോരൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. പപ്പടം തോരൻ തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ 10 പപ്പടമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള സൈസിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കത്രിക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. പിന്നെ പപ്പടം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ബാക്കി വരുന്നത് കൊണ്ടും ഇതുപോലെ തയ്യാറാക്കിയിട്ട് എടുക്കാം കേട്ടോ. പപ്പടം ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് പൊട്ടിച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുത്താൽ മതി. ഈ ഒരു പപ്പടം തോരൻ ഉണ്ടാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ അത് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട്. പിന്നെ ഒരുപാട് ടൈമൊന്നും ആവില്ല കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരു പപ്പടം തോരൻ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ പപ്പടമൊക്കെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പപ്പടം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇതേ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഓയിലോ ഏതാണെങ്കിലും ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നല്ലോണം ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം ഈ ഒരു പപ്പടം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒറ്റ പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. പിന്നെ ഈ ഒരു പപ്പടം തോരൻ നമ്മൾ നേരത്തെ ഒന്നും ഉണ്ടാക്കി വെക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. നമ്മൾ എപ്പോഴാണോ ചോറുണ്ണാനായിട്ട് പോണത് ആ ഒരു സമയത്ത് വേണിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മളിപ്പോൾ രാവിലെയൊക്കെ ഇത് തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കൊക്കെ ഇതിങ്ങനെ നനഞ്ഞിട്ട് ഇങ്ങനെ പഞ്ഞി പോലെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചോറിനുള്ള നേരത്ത് വേണം കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ ഒരു തോരൻ കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതേ പപ്പടമൊക്കെ ഞാനിവിടെ നല്ലോണം തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. പിന്നെ ഇവിടെ പപ്പടമെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ ചീനച്ചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഓയിലുണ്ട്. കൂടുതൽ ഓയിലുണ്ടെങ്കിൽ കുറച്ചെടുത്ത് മാറ്റണം കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കടുക് ചേർത്തിട്ട് ഒന്ന് പൊട്ടി വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ കളറൊന്ന് മാറി വരണം കേട്ടോ. ഉഴുന്ന് പരിപ്പിൻ്റെ കളറൊന്ന് മാറി വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചത് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 10-20 ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യണത്. ചെറിയ ഉള്ളി ചേർത്ത് നല്ലോണം മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ പകുതി സവാള കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും ചെറിയ ഉള്ളി മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ ആകുമ്പോഴും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ ഒരു സവാളയും ചെറുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരയ്ക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലോണം സോഫ്റ്റായിട്ട് വഴന്ന് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ചെയ്യണത്. ഈ ഒരു പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകണ വരയ്ക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഈ ഒരു മസാലയിൽ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കണില്ല. കാരണം ഇതിൽ നമ്മൾ പപ്പടമൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ പപ്പടത്തിൽ ഉപ്പൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉപ്പായതുപോലെ ഉണ്ടാവും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഉപ്പിൻ്റെ കുറവ് തോന്നുകയാണെങ്കിൽ മാത്രം അവസാനം ഒരല്പം ഉപ്പ് ഇങ്ങനെ വിതറി കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താലും മതി കേട്ടോ. ഇതിലേക്ക് നമുക്ക് പപ്പടം ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരു പപ്പടം ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പപ്പടം തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു കേട്ടോ. വളരെ എളുപ്പമല്ലേ ഈ ഒരു പപ്പടം തോരൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവും. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ഉണ്ടാക്കി വെക്കരുത് കേട്ടോ. അപ്പോൾ രാവിലെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉച്ചയ്ക്കൊക്കെ ചോറിനാനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ തണുത്ത് പോയ പോലെയായിട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് ചോറ് കഴിക്കണം ആ ഒരു സമയത്ത് വേണം കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കൂടെ തന്നെ ബെൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.